ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞവർ ഇന്നത്തെ സുവിശേഷവാദിൽ നമ്മൾ വായിച്ചിട്ടത് ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്ന രംഗമാണ്. ഇവിടെ ഈശോ തന്നെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാനായിട്ട് കൊടുക്കുകയെന്ന് പറയുകയാണ്. ശിഷ്യന്മാർ പറയുകയാണ്, എല്ലാവർക്കും ഭക്ഷിക്കാൻ കൊടുക്കാനായിട്ട് മിനിമം രീതിയിൽ കൊടുക്കാൻ തന്നെ 200 ധനാറൊക്കെയുള്ള അപ്പം പോലും തികയില്ല എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ഒരു സാധാരണക്കാരന്റെ 3/4 വർഷത്തെ കൂലിയാണ് ഈ പറയുന്ന 200 ധനാറ. അത്രയും പൈസ കയ്യിലില്ല. എന്നിട്ടും ശിഷ്യന്മാർ പറയുകയാണ്, അത് തന്നെ തികയില്ല ഈ മനുഷ്യർക്കൊക്കെ ഒരു മിനിമം ലെവലിൽ ഭക്ഷണം കൊടുക്കാൻ തന്നെ. ഈശോ പറയുകയാണ്, ഇവിടെ എന്തുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു അല്ലേ, ഇവിടെ എന്തുണ്ട്. അപ്പൊ ഈ ശിഷ്യന്മാർ കൊണ്ടുവരുന്ന 5 അപ്പവും 2 മീനും എടുത്ത് ഈശോ കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് കൊടുക്കുകയാണ്. അതെല്ലാവർക്കുമായിട്ട് ഭക്ഷിക്കാനായിട്ട് അവർ കൊടുക്കുന്നു. 12 കൂട്ടം നിറയെ വലിയ ബാക്കി വരുന്നു എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം നമ്മൾ പഠിക്കുന്ന 2 കാര്യങ്ങൾ മിനിമം. അതേതാണ്? ഒന്നാമത്തെ കാര്യം ഇതാണ്, നിന്റെ കയ്യിലുള്ളത് ഏറ്റവും മിനിമം ആണെങ്കിൽ പോലും അത് ദൈവത്തിന് കൊടുക്കാനായിട്ട് നീ പരിശ്രമിച്ചാൽ ദൈവം അത് വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. നിന്റെ ജീവിതത്തിന് അത് ആവശ്യമായിട്ടുള്ളതാണെങ്കിൽ ദൈവം അത് വർദ്ധിപ്പിക്കും എന്നു സുവിശേഷം നമ്മളെ പഠിപ്പിക്കണം. അപ്പൊ നമ്മുടെ ജീവിതത്തിലുള്ള ചെറിയ കഴിവുകളാകാം, ചിലപ്പോൾ സമയമാകാം, ചില എന്തെങ്കിലും കാര്യങ്ങളാകാം, അത് ദൈവത്തിന് കൊടുക്കാനായിട്ട് ശ്രമിച്ചാൽ ദൈവം അത് വർദ്ധിപ്പിക്കുമെന്ന് ഇന്നത്തെ സുവിശേഷം നമുക്ക് ഉറപ്പ് നൽകുകയാണ്. രണ്ടാമത്തെ വലിയൊരു കാര്യം, ഈശോ ഈ അപ്പം വർദ്ധിപ്പിക്കുന്നതിന് മുമ്പ് ഈശോ പ്രാർത്ഥിക്കുന്നത് കാണിക്കുന്നുണ്ട്. ഈശോ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? സുവിശേഷം നമ്മൾ വായിക്കുകയാണ്, ഈശോ അപ്പം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്താണ് പ്രാർത്ഥിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ലേഖനഭാഗത്തിലെ പൗലോസിലെ എഫേസോസിലെ സഭയ്ക്ക് എഴുതുകയാണ്, എല്ലാറ്റിനും എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുമെന്ന് പറയുകയാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം നമ്മൾ പഠിക്കുന്ന വലിയ 2 കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, നിനക്കുള്ള കാര്യങ്ങൾ നീ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ദൈവം നിന്റെ ജീവിതത്തിന് ആവശ്യമുള്ളതാണെങ്കിൽ അതിനെ വർദ്ധിപ്പിക്കും. രണ്ടാമതായിട്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. ഈ 2 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്